ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീട്ടമ്മമാർക്കെല്ലാം വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രോഡക്റ്റുമായിട്ടാണ്. 100-ലധികം കാര്യങ്ങൾക്ക് നമുക്ക് ഈ ഒരൊറ്റ പ്രോഡക്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് ഉള്ളൊരു സൊല്യൂഷനാണ് WD-40. നമ്മുടെ പോർച്ചിൽ കിടക്കുന്ന കാറ് മുതൽ നമ്മുടെ അടുക്കളയിലുള്ള ഗ്യാസ് സ്റ്റൗ വരെ നമുക്ക് ഈ ഒരൊറ്റ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് റിപ്പയർ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ ലൂബ്രിക്കൻ്റ് ആയിട്ടും ക്ലീനർ ആയിട്ടും മുതൽ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഈ ഒരൊറ്റ പ്രോഡക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് വൈഡ് ആയിട്ടുള്ള ഒരു സ്പ്രേ മോഡും നാരോ ആയിട്ട് പോയിന്റഡ് എഡ്ജ് വരുന്ന ഒരു സ്പ്രേ മോഡും ഉണ്ട്. മെയിനായിട്ട് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തത് എൻ്റെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഒരു ബർണറിലെ ഫ്ലെയിം ഇതുപോലെ വിട്ടായിരുന്നു കത്തിക്കൊണ്ടിരുന്നത്. നല്ലൊരു ഫോഴ്സിൽ ആ ഒരു ഫ്ലെയിം വരുന്നുണ്ടായിരുന്നില്ല. അതൊന്ന് റിപ്പയർ ചെയ്തെടുക്കാനാണ് ആക്ച്വലി ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തത്. പക്ഷേ ഇതിൻ്റെ ഉപയോഗങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ശരിക്കും ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അപ്പോൾ നമുക്ക് WD-40 ഉപയോഗിച്ചിട്ട് ഈ ഗ്യാസ് സ്റ്റൗ എങ്ങനെ റിപ്പയർ ചെയ്തെടുക്കാമെന്ന് നോക്കാം. സാധാരണ നമ്മൾ പുറത്തുനിന്ന് ഒരാളെ വിളിച്ച് ഈ ഒരു ഗ്യാസ് സ്റ്റൗവിൻ്റെ ഈ ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല പൈസയൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് വീട്ടമ്മമാർക്ക് തന്നെ നിസ്സാരമായിട്ട് വീട്ടിൽ ഇത് റിപ്പയർ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ആദ്യം ഞാൻ ചെയ്തത് ബർണറിൻ്റെ ഹോളിലെല്ലാം നമ്മൾ പാചകം ചെയ്തതിൻ്റെ അവശിഷ്ടങ്ങളും പാല് കാച്ചിയതുമൊക്കെ തിളച്ച് തൂകിയിട്ട് അടഞ്ഞിരിക്കുന്നുണ്ടാവാം. അതുകൊണ്ടാവാം ചിലപ്പം വിട്ട് കത്തുന്നത്. അപ്പോൾ ഞാൻ ആദ്യം WD-40 ആ ഒരു ബർണറിൻ്റെ ഹോളിലേക്കൊക്കെ നല്ലതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു തുണിയോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പേപ്പറോ ഉപയോഗിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ പാചകം ചെയ്ത് വീണിട്ടുള്ള ആ ഹോൾസ് അടഞ്ഞ ഭാഗങ്ങളൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും. മിക്ക വീടുകളിലും കാണുന്നൊരു പ്രശ്നമാണ് ബർണറിൻ്റെ ഹോൾസ് അടഞ്ഞു പോയിട്ട് ഫ്ലെയിം കറക്റ്റായിട്ട് വരാത്തൊരു പ്രശ്നം. അപ്പോൾ അത് നമുക്കിത് ഈ ഒരു രീതിയിൽ നിസ്സാരമായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. പിന്നെ ഒരു കാര്യം പറയാനായിട്ട് ഞാൻ വിട്ടുപോയി. നമ്മൾ ബർണർ ഇതുപോലെ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പം തന്നെ മനസ്സിലാവും, നമ്മൾ ആ WD-40 യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്തപ്പം തന്നെ നല്ല രീതിയിൽ ഫ്ലെയിം വരുന്നുണ്ട്. ഇനി എനിക്ക് തീരെ ഫ്ലെയിം വരാതെ വിട്ട് കത്തിക്കൊണ്ടിരുന്നത് നടുക്കുള്ള ഈ ഒരു ബർണറാണ്. ഞാനതൊന്ന് ഊരിയെടുത്ത് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കിയിട്ട് സ്റ്റക്കായിട്ട് ഇതുപോലെ ഇരിക്കുകയാണ്. മിക്ക വീടുകളിലും കാണും ഇതുപോലെ ഊരിയെടുക്കാൻ പ്രയാസമുള്ള ഗ്യാസ് സ്റ്റൗവിൻ്റെ ബർണറുകൾ. ഞാൻ ഇതിനു മുമ്പേ ഗ്യാസ് സ്റ്റൗ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ട ടൈമിൽ ഒരുപാട് പേര് കമൻറ്റിൽ ചോദിച്ചൊരു കാര്യമാണ് സ്റ്റക്കായിരിക്കുന്ന ബർണർ എങ്ങനെ ഊരിയെടുക്കാമെന്നുള്ളത്. അതിനായിട്ട് ഇതുപോലെ WD-40 ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ശ്രമിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ബർണർ ഊരിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ബർണറിൻ്റെ ഹോളിൻ്റെ ഈ ഭാഗമൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് കൈയൊന്നും കടത്തി അത്തരം ഭാഗങ്ങൾ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയില്ല. ആ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് WD-40 പോയിന്റഡ് ആയിട്ടുള്ള സ്പ്രേ മോഡ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെയൊന്ന് സ്പ്രേ അടിച്ചു കൊടുത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊരു പേപ്പർ യൂസ് ചെയ്തിട്ട് ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ഗ്യാസ് സ്റ്റൗവിൻ്റെ നടുക്കുള്ള ബർണറിലേക്കാണ് ഗ്യാസ് കറക്റ്റായിട്ട് വരാത്തത്. അപ്പം ഞാനത് എങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. WD-40 യൂസ് ചെയ്തിട്ട് അതിനായിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഇതുപോലൊന്ന് തിരിച്ച് വെക്കുകയാണ്. ഇപ്പം നമുക്ക് കാണാനായിട്ട് പറ്റും ബർണറിലേക്ക് ഗ്യാസ് വരാനായിട്ട് ഒരു ചെറിയ ട്യൂബും അതുപോലെ തന്നെ അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് വലിയൊരു ട്യൂബുമുണ്ട്. നമുക്കിപ്പം നടുക്കലത്തെ ബർണറിനാണ് പ്രശ്നം. അപ്പോൾ അതിലേക്ക് ഗ്യാസ് വരാനായിട്ടുള്ള ഈ ഒരു ട്യൂബിൻ്റെ ഈ ജോയിൻറ്റിൻ്റെ ഭാഗമാണ് നമുക്ക് റിപ്പയർ ചെയ്ത് എടുക്കേണ്ടത്. ആ ഒരു ജോയിൻറ്റിൻ്റെ ഭാഗത്ത് ഒരു സ്ക്രൂ ഉണ്ട്. നമുക്കത് ഈസി ആയിട്ട് ഊരിയെടുക്കാനായിട്ട് കഴിയില്ല. അത്യാവശ്യം തുരുമ്പൊക്കെ വന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഇതുപോലെ WD-40 അവിടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സ്ക്രൂ ഊരിയെടുക്കാനായിട്ട് പറ്റും.
ഈ ഒരു ജോയിൻറ്റ് ഭാഗത്ത് ഗ്യാസിൽ നിന്നുള്ള കരടും മറ്റുമൊക്കെ വന്ന് അടിഞ്ഞിട്ടാണ് നമ്മുടെ ബർണറിനുള്ളിലേക്ക് കറക്റ്റായ രീതിയിൽ ഗ്യാസ് വരാതിരിക്കുകയും മിന്നിയൊക്കെ കത്തുന്നത്. അപ്പോൾ ഇതുപോലെ സ്ക്രൂ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് പതുക്കെ ഒന്ന് കൈ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് പൊക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് വലിച്ചെടുക്കുകയാണെങ്കിൽ ആ 2 ട്യൂബ് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാനായിട്ട് കഴിയും. അതിനുശേഷം ആ ചെറിയ ട്യൂബിൻ്റെ അറ്റത്തുള്ള ആ ഒരു നോബ് പോലുള്ള ഭാഗത്ത് നമുക്ക് ഒരു പിന്നോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മൊട്ടുസൂചിയോ അല്ലെങ്കിൽ നമ്മൾ തയ്ക്കാൻ ഉപയോഗിക്കുന്ന നീഡിലോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഉള്ളിലേക്ക് ഒന്ന് കയറ്റി ഇറക്കിയാൽ മാത്രം മതി, അതിനുള്ളിൽ കരടൊക്കെ പോയി കിട്ടും. അതിനുശേഷം നമ്മൾ ആ ഒരു ഭാഗത്ത് ഞാൻ കുറച്ച് WD-40 കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അതിനുള്ളിൽ ആ റെസ്റ്റും കാര്യങ്ങളുമൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട്. ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് തുടച്ചിട്ട് റീഫിറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പം എത്ര ഈസി ആയിട്ടാണ് നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് പുറത്തുനിന്ന് ആളെ വിളിച്ച് റിപ്പയർ ചെയ്തെടുക്കുന്ന ഒരു വലിയ തലവേദനയ്ക്കുള്ള പരിഹാരം നമ്മൾ കണ്ടെത്തിയത്. അതുപോലെ തന്നെ ആ ബർണറിൻ്റെ ഭാഗത്തുള്ള തുരുമ്പൊക്കെ പോകാനായിട്ട് നമുക്കത് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു തുണിയോ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ആ തുരുമ്പും കാര്യങ്ങളുമൊക്കെ പോയി നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ നമ്മുടെ റിപ്പയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, കറക്റ്റായോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ നിങ്ങൾക്ക് 3 ബർണറും കത്തിച്ച് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പം തന്നെ മനസ്സിലാവും എത്ര നല്ല രീതിയിലാണ് ഫ്ലെയിം വരുന്നത് എന്നുള്ളത്. അപ്പം നമ്മുടെ WD-40 ഉപയോഗിച്ചിട്ട് വീട്ടമ്മമാർക്ക് തന്നെ പുറത്തുനിന്ന് ആളെ ഒന്നും വിളിക്കാണ്ട് വളരെ ഈസി ആയിട്ട് ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് കഴിയും. WD-40 യൂസ് ചെയ്തിട്ടുള്ള അടുത്ത ഉപയോഗങ്ങൾ നോക്കാം. മിക്ക വീട്ടിലും കാണും ഇതുപോലെ തുരുമ്പ് വന്നിട്ട് ഇളകി തുടങ്ങിയിട്ടുള്ള സ്ക്രൂകൾ. അത് ചിലപ്പം കുക്കറിൻ്റെ ആവാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പാത്രങ്ങളുടെ ആവാം. അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യുന്നതിന് ഇതുപോലെ WD-40 ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ടൈറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. അതുപോലെ നമ്മുടെ എല്ലാം വീടുകളിൽ കുറച്ചു കാലം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കത്താത്ത ലൈറ്ററുകളുണ്ടാവും. അത് റിപ്പയർ ചെയ്തെടുക്കാൻ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ നമുക്കതിനുള്ളിലെ കരടൊക്കെ പോകാനായിട്ട് വേണമെങ്കിൽ ഒരു ഇയർബഡ്സ് കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഈ ലൈറ്റർ ഉപയോഗിക്കാവുന്നതാണ്. മിക്കപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒട്ടിക്കാനായിട്ട് എടുക്കുന്ന ടൈമിൽ ഫെവിക്വിക്കൊക്കെ നമ്മുടെ കയ്യിൽ വീണിട്ട് സ്റ്റക്കായിട്ട് ഇങ്ങനെ ഇരിക്കാറുണ്ടല്ലേ. പിന്നെ ഇതൊന്ന് മാറ്റിയെടുക്കുന്നത് വലിയൊരു ടാസ്ക്കാണ്. അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ആ ഒരു സ്റ്റിക്നെസ് മാറിക്കിട്ടും. ഇനി നമുക്ക് പോർച്ചിൽ കിടക്കുന്ന കാറ്, സ്കൂട്ടർ, ബൈക്ക്, ബുള്ളറ്റ്, സൈക്കിളിനൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. മിക്കപ്പോഴും സ്കൂട്ടറിൻ്റെയൊക്കെ കിക്കറൊക്കെ നല്ല ടൈറ്റായിട്ട് ഇരുന്നിട്ട് നമുക്ക് ചില സമയങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിക്കർ ചവിട്ടാനായിട്ടൊക്കെ ബുദ്ധിമുട്ട് വരാറുണ്ടല്ലേ. അത്തരം സന്ദർഭങ്ങളിൽ ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് പൂ പോലെ നമുക്ക് കിക്കർ ചവിട്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ആ ഒരു ബ്രേക്കിൻ്റെ ഭാഗത്തൊക്കെ ടൈറ്റ് വരുന്ന ടൈമിൽ ഇനി നമുക്ക് റിപ്പയർ ചെയ്യാനായിട്ട് ഷോപ്പിലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലാതെ ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സ്കൂട്ടറിൻ്റെ മാത്രമല്ല കേട്ടോ, ബൈക്കിൻ്റെയും ബുള്ളറ്റിൻ്റെയും കിക്കറിൻ്റെ ഭാഗം, ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ചില സമയങ്ങളിൽ നല്ല ടൈറ്റ് ആവാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ സാധാരണയായിട്ട് വർക്ക്ഷോപ്പിൽ കൊടുത്ത് റിപ്പയർ ചെയ്യാറാണ് പതിവ്. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ഈ ഒരു സ്പ്രേ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കുട്ടികളുടെ സൈക്കിളിൻ്റെ റിങ്ങിൻ്റെ ഭാഗം തുരുമ്പ് വന്നിട്ട് ചവിട്ടാനൊക്കെ നല്ല പ്രയാസപ്പെടാറുണ്ട്. ഇനി ഈ ഒരു സ്പ്രേ ഒന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി, അനായാസമായിട്ട് നമുക്ക് സൈക്കിളൊക്കെ ചവിട്ടാനായിട്ട് പറ്റും. ഇത്രയും നേരം നമ്മൾ തുരുമ്പ് പിടിച്ച ഭാഗങ്ങളിൽ തുരുമ്പ് മാറ്റിയെടുക്കുന്നതാണ് കണ്ടത്. ഇനി നമുക്ക് ഈ സെയിം പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് കൂടി നോക്കാം. WD-40 യൂസ് ചെയ്തിട്ട് ഞാനിപ്പം ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് കാറിൻ്റെ വീലാണ്. നല്ലതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ കാർ ഷോപ്പിലൊക്കെ കൊടുത്ത് ക്ലീൻ ചെയ്യുന്ന ആ ഒരു പ്രൊഫഷനോട് കൂടി തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും.
ദേ ഇപ്പം നോക്കിയാൽ നമ്മൾ കാർ ഷോപ്പിലൊക്കെ കൊടുത്തിട്ട് വാഷ് ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു നീറ്റ്നെസ്സോട് കൂടിയും പെർഫെക്ഷനോട് കൂടിയും തന്നെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് കാറിൻ്റെ ഡോറിലുള്ള ടൈറ്റ്നെസ് ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ദേ ഈ ഒരു രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അടുത്തത് ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് കാറിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഇതുപോലൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു തുണി ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കാറിൻ്റെ ഗ്ലാസ്സൊക്കെ തുടച്ചെടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ കാറിൻ്റെ വൈപ്പറിന് ടൈറ്റ്നെസ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു സ്പ്രേ യൂസ് ചെയ്താൽ മാത്രം മതി. വളരെ ഈസി ആയിട്ട് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി കാറിൻ്റെ ഹെഡ് ലൈറ്റിൻ്റെ മങ്ങലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്പ്രേ മാത്രം ഉപയോഗിച്ചാൽ മതി. ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞ് നല്ലതുപോലൊരു തുണി ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ ഫ്രണ്ട് ലൈറ്റിലുള്ള മങ്ങലും കാര്യങ്ങളും ഒക്കെ തന്നെ പെട്ടെന്ന് മാറിക്കിട്ടും. തുറക്കാൻ പറ്റാണ്ട് ജാമായിട്ടിരിക്കുന്ന താഴും താക്കോലുമൊക്കെ ഉണ്ടെങ്കിൽ ദേ ഈ ഒരു സ്പ്രേ ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തുറക്കാനായിട്ട് കഴിയും. ഈ ഒരു പൂട്ട് വന്നിട്ട് വർഷങ്ങളായിട്ട് മഴയൊക്കെ നനഞ്ഞിട്ട് നല്ല ടൈറ്റായിട്ടിരിക്കുന്നതായിരുന്നു. ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അത് വളരെ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്തെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. തുറക്കാനും അടയ്ക്കാനുമൊക്കെ ബുദ്ധിമുട്ടുള്ള തുരുമ്പ് പിടിച്ചിട്ടുള്ള ഗേറ്റുകളിലൊക്കെ ദേ ഈ ഒരു പ്രോഡക്റ്റ് ഇങ്ങനെയൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് പിന്നെ തുറക്കാനും അടയ്ക്കാനുമൊക്കെ കഴിയും. അതുപോലെ തന്നെ ബാഗിൻ്റെയും പാൻസിൻ്റെയൊക്കെ സിബുകൾ ചില സമയങ്ങളിൽ നല്ലതുപോലെ ടൈറ്റായിട്ട് നമുക്ക് തുറക്കാനും അടയ്ക്കാനുമൊക്കെ നല്ല ബുദ്ധിമുട്ട് വരാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ദേ ഈ ഒരു സ്പ്രേ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് തുറക്കാനും അടയ്ക്കാനുമൊക്കെ കഴിയും. ഇനി നമുക്ക് വളരെ ടൈറ്റായിട്ട് ഊരിയെടുക്കാൻ കഴിയാണ്ട് നമ്മുടെ കയ്യിൽ കിടക്കുന്ന മോതിരവും വളയുമൊക്കെ വളരെ ഈസി ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം ഊരിയെടുക്കാനായിട്ട് കഴിയും. തണുപ്പ് കാലങ്ങളിൽ നമ്മുടെ വീടിൻ്റെയും കബോർഡിൻ്റെയൊക്കെ വിജാഗിരികൾ നല്ലപോലെ ടൈറ്റായിട്ട് തുറക്കാനും അടയ്ക്കാനുമൊക്കെ ബുദ്ധിമുട്ടാറുണ്ട്. അന്നേരം ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ WD-40. ഇനി നമുക്ക് ഈ ഒരു സ്പ്രേ ഉപയോഗിച്ചിട്ട് മങ്ങി തുടങ്ങിയിട്ടുള്ള ലെതറിൻ്റെ ചെരുപ്പുകൾ, ഷൂസ്, അതുപോലെ തന്നെ പേഴ്സൊക്കെ നല്ല ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു തുണി ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് വൈപ്പായിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പുതിയതുപോലെ പള തിളങ്ങുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ഷൂസൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ WD-40 യൂസ് ചെയ്തിട്ട് എനിക്ക് ഉപകാരപ്രദമായിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാനായിട്ട് പറ്റും. എല്ലാവരുടെയും വീട്ടിൽ നമുക്ക് തീർച്ചയായിട്ടും അത്യാവശ്യമായിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.